ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിന് 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ജൂലൈ 28 തിങ്കളാഴ്ച വൈകിട്ട് 3-ന് അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടക്കുന്ന പട്ടയമേള റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ തലങ്ങളിലുള്ള ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി 101 പേരടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ MK അറഫാത്ത്, ചിതു രാജേഷ്, ഷൈബ ദിനേശൻ, സെലീന നാസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KB ഫസലുദ്ദീൻ, ഷംസു അമ്പലത്ത്, PV ജാബിർ, C ഷറഫുദ്ദീൻ, താലൂക്ക് തല റവന്യൂ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവർ സംസാരിച്ചു. TV സുരേന്ദ്രൻ ചെയർമാനും ചാവക്കാട് തഹസിൽദാർ കൺവീനറും വാർഡ് മെമ്പർമാർ ഉൾപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പുറമ്പോക്ക് പട്ടയങ്ങൾ 60, ദേവസ്വം പട്ടയങ്ങൾ 20, ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ 65 എന്നിങ്ങനെയാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. പൊന്നിയൂർ പഞ്ചായത്തിലെ അകലാട് മൂന്നൈനി പ്രദേശത്തെ ജനങ്ങളുടെയും എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ ജനങ്ങളുടെയും ദശാബ്ദങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാവുകയാണ്.